ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് വിശുദ്ധ വലിയ യാക്കോബിൻ്റെ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. സെബദീ പുത്രന്മാരുടെ മാതാവ് തൻ്റെ പുത്രന്മാരോടുകൂടെ വന്ന്, അതായത് യോഹന്നാനോടും യാക്കോബിനോടും ഒപ്പം വന്ന് യേശുനാഥനെ പ്രണമിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നീ നിൻ്റെ മഹത്വത്തിലായിരിക്കുമ്പോൾ എൻ്റെ ഈ 2 മക്കളെയും നിൻ്റെ വലതും ഇടതും ഇരുത്തുന്നതിനെ അനുഗ്രഹിക്കണമെന്ന്. അപ്പോൾ യേശുനാഥൻ അവരോട് പറയുകയാണ്, നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്കറിയില്ല, ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അവർ പറയുന്നത് കഴിയും എന്നാണ്. അതിൻ്റെ അർത്ഥം അപ്പോഴവർക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് ക്രിസ്തുവിൻ്റെ പാനപാത്രം അവർ കുടിക്കുക തന്നെ ചെയ്തു. അപ്പം അങ്ങനെ അപ്പോസ്തലന്മാരുടെ ഇടയിലെ ആദ്യത്തെ രക്തസാക്ഷിയായി മാറിയ വിശുദ്ധ വലിയ യാക്കോബ്. അപ്പോസ്തലന്മാർക്കിടയിൽ 2 യാക്കോബുമാരുണ്ടായിരുന്നത് കൊണ്ട് ഒരാളെ വലിയ യാക്കോബ്, അദ്ദേഹമാണ് യോഹന്നാൻ്റെ സഹോദരനും യേശുനാഥൻ്റെ ഒരു കസിനുമായിരുന്നു എന്നാണ് ചരിത്രം അവകാശപ്പെടുന്നത്. അപ്പം ഈ വിശുദ്ധരിലേക്ക് തിരികെ വരുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ മനോഹരമായി ഇവരെക്കുറിച്ച് ചിത്രീകരിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ വലതും ഇടതും ഇരിക്കാൻ ആഗ്രഹിച്ചിരുന്ന 2 സ്നേഹനിധിയായ മനുഷ്യരായിട്ടാണ്. അപ്പം ഇവർ ഈ ക്രിസ്തുവിൻ്റെ വലതും ഇടതും ഇരിക്കാൻ ആഗ്രഹിച്ചതിൻ്റെ യഥാർത്ഥ കാരണം ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ടായിരുന്നില്ല. അതിൻ്റെ യഥാർത്ഥ കാരണം അവർക്ക് യേശുനാഥൻ രാജാവായി മാറുമെന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അതായത് ഇസ്രയേലിനെ ഭരിച്ചിരുന്ന അന്നത്തെ രാജാവിനെ അല്ലെങ്കിൽ റോമാക്കാരെ തകർത്തുകൊണ്ട് ഇസ്രയേലിലൊരു പുതിയ രാജ്യം സ്ഥാപിച്ചുകൊണ്ട് അവിടെ നിന്ന് രാജാവാകുമ്പോൾ ഈ വലതും ഇടതും ഇരിക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ രാജാക്കന്മാരുടെ വലതും ഇടതും ഇരിക്കുന്ന 2 പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന മന്ത്രിമാരാണ്. അപ്പം അങ്ങനെ ആ രാജകീയ പദവിയിൽ അംഗങ്ങളാകുവാൻ ആണ് ആഗ്രഹിച്ചിരുന്നത്. അതിനുവേണ്ടി അമ്മയെ കൊണ്ട് ചോദിക്കുകയാണ്. അപ്പം അമ്മ ക്രിസ്തുവിൻ്റെ ഒരു കസിൻ കൂടെ ആയതുകൊണ്ട് ആ അധികാരത്തോടു കൂടെ ചോദിക്കുമ്പോൾ യേശുനാഥൻ മറുചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എൻ്റെ പാനപാത്രം കുടിക്കാൻ കഴിയുമോ? അപ്പോൾ അവർ കുടിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണവും ഈ രാജാവിൻ്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുക എന്ന് പറയുന്നത് രാജാവിനോട് തുല്യതപ്പെട്ട് നിൽക്കുന്ന സുഹൃത്തുക്കളോ മറ്റ് രാജാക്കന്മാരോ ആയിരുന്നിരിക്കും. റോമാ സാമ്രാജ്യക്കാരുടെ ഒരു രീതി അതാണ്. രാജാവ് അദ്ദേഹത്തിൻ്റെ കപ്പലിൽ നിന്ന് കുടിക്കാൻ കൊടുക്കാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം ഉള്ളവരോടും അദ്ദേഹത്തിനോട് തുല്യത ഉള്ളവരോടും കൂടിയാണ്. അപ്പോൾ ഇവർ യേശുനാഥനോട് തുല്യരായി തീരും എന്നുള്ള ചിന്തയിലാണ് അവർ അതേന്ന് പറയുന്നത്. പക്ഷെ അവിടെ നിന്ന് പറഞ്ഞിരുന്ന ആ കപ്പ് എന്ന് പറയുന്നത്, ആ പാനപാത്രം എന്ന് പറയുന്നത് അവിടുത്തെ മരണവും സഹനവും കുറിച്ചായിരുന്നു. അതിൽ പങ്കുകാരാകാൻ സാധിക്കുമോ എന്നാണ്. അപ്പോൾ അറിയാതെയാണെങ്കിലും അവരത് സമ്മതിക്കുന്നു. പക്ഷേ പിന്നീട് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് അവരറിഞ്ഞുകൊണ്ട് അതേ പാനപാത്രം ക്രിസ്തുവിന് വേണ്ടി കുടിച്ചു എന്നുള്ളതാണ്. അതാണ് ഈ വലിയ വിശുദ്ധരുടെ ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വലിയ യാക്കോബിനെ കുറിച്ചാണ്. ഈ വലിയ യാക്കോബ് തിരുസഭയെ ഒത്തിരിയധികം നയിക്കുകയും പിന്നീട് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാകുകയും അപ്പോസ്തലന്മാർക്കെല്ലാം മാതൃകയാകുകയും ചെയ്ത വലിയ അപ്പോസ്തലനാണ്. ഇവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരികെ നടക്കുമ്പോൾ ഈ സെബദീ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും ഒരു സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു എന്ന് അനുമാനിക്കാൻ സാധിക്കും. കാരണം യേശുനാഥൻ ഇവർ വിളിക്കാൻ പോകുമ്പോൾ ഇവർ വള്ളവും വലയും ഉപേക്ഷിച്ചു, ഒപ്പം അവരുടെ അപ്പൻ അവിടെ ജോലിക്ക് നിർത്തിയിരുന്ന ആളുകളെ ഉപേക്ഷിച്ചു പോയെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ തൊഴിലാളികളെ നിർത്താൻ സാധിച്ചിരുന്നത് അവർ ഇത്തിരി സമ്പന്നരായതുകൊണ്ടാണ്. മാത്രമല്ല പിന്നീട് മറിയത്തെ യോഹന്നാൻ്റെ പക്കൽ ഏൽപ്പിച്ചത് തന്നെ യോഹന്നാൻ മറിയത്തെ നോക്കാൻ, അതായത് അവളുടെ ആത്മീയതയിൽ മാത്രമല്ല ഭൗതികപരമായും നോക്കാൻ കഴിയും ഉള്ളത് എന്നതുകൊണ്ടാണ്. അപ്പോൾ അതും ഈ സമ്പന്നതയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവരത്രയും സമ്പന്നരായതുകൊണ്ടായിരിക്കാം യേശുനാഥൻ യോഹന്നാനെ ഏൽപ്പിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഇവർ ഈ സമ്പത്തൊക്കെ ഉപേക്ഷിച്ചാണ് ക്രിസ്തുവിനെ അനുഗമിച്ചത്. മാത്രമല്ല ഇവർ യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു, സ്നാപയോഹന്നാനിൽ നിന്ന് ഈ യേശുനാഥൻ ഇവർ പിൻചെന്നത് ഇതേ രാജ്യത്തിൻ്റെ മഹിമ കണ്ടിട്ടാണ്. യേശുനാഥൻ ഒരിക്കൽ രാജാവായി തീരുമ്പോൾ ഈ ഉപേക്ഷിച്ച സ്വത്തുക്കളെക്കാൾ ഉപരി കൂടുതൽ ലഭിക്കുമെന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ സ്നേഹിച്ച് പിന്നീട് ക്രിസ്തുവിന് വേണ്ടി ജീവിതം തന്നെ ത്യജിച്ച് ഈ വലിയ വ്യക്തികൾ, അവൻ ഈ ദൈവം മനുഷ്യരെ തന്നിലേക്ക് അടുപ്പിക്കുന്ന ചില വലിയ രഹസ്യങ്ങളെക്കുറിച്ച് കൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതായത് ചില സമയങ്ങളിൽ ക്രിസ്തു നമ്മെ അവനിലേക്ക് അടുപ്പിക്കുന്നത് ചില അനുഗ്രഹങ്ങളിലൂടെയൊക്കെ ആയിരിക്കും. അവൻ നൽകുന്ന അനുഗ്രഹം, നമ്മൾ അവനോട് പ്രാർത്ഥിക്കുന്നത് ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയായിരിക്കും. പക്ഷെ അവൻ ആ അനുഗ്രഹങ്ങൾ തന്നു കഴിയുമ്പോൾ നമ്മൾ ആ അനുഗ്രഹം തന്നവനെ സ്നേഹിക്കാൻ പഠിക്കണമെന്നാണ് യാക്കോബ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യാക്കോബ് ക്രിസ്തുവിനെ സ്നേഹിച്ചത് ക്രിസ്തുവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലഭിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ പിന്നീട് യാക്കോബിനെ തിരിച്ചറിവ് വരുന്നുണ്ട്, ആ ലഭിക്കുന്നതിനേക്കാളും വലുത് ക്രിസ്തു തന്നെയാണ്. അങ്ങനെ അവന് വേണ്ടി രക്തസാക്ഷിയാകാൻ യാക്കോബ് തയ്യാറാവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ആരും ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷി ആയിട്ടില്ല. അപ്പോസ്തലന്മാരിൽ അവർ സഭയെ നയിച്ചുകൊണ്ട് ക്രിസ്തുവിനെ വചനം പ്രഘോഷിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ യാക്കോബ് അതിന് തയ്യാറാകുന്നത്
ക്രിസ്തുവിനെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ, ഈ അപ്പോസ്തലൻ്റെ തിരുനാൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. ക്രിസ്തുവിൽ നിന്നുള്ള അനുഗ്രഹത്തെ സ്നേഹിച്ച് ക്രിസ്തുവിനെ തന്നെ സ്നേഹിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിതം തന്നെ ബലി കഴിക്കാൻ, ജീവിതത്തിന് വേണ്ടി എല്ലാം സ്വരുക്കൂട്ടുന്ന തിരക്കിനിടയിലാണ് പലരും. അത് തന്നെ ക്രിസ്തുവിന് വേണ്ടി ത്യജിക്കാൻ തയ്യാറാകുന്ന അപ്പോസ്തലൻ്റെ മനസ്സ്, ആ മനസ്സ് നമുക്ക് ഉണ്ടാവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.